24 എക്സ്ക്ലൂസീവ്. നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച അഷ്കർ കൊടും ക്രിമിനൽ. അഷ്കറിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ ആദ്യ ഭാര്യ ആമിനയുടെ ശരീരമാകെ തളർന്ന നിലയിലാണ്. കേട്ടാൽ മരവിച്ചു പോകുന്ന അഷ്കറിന്റെ കൊല്ലാക്കൊല ആമിന 24-നോട് വെളിപ്പെടുത്തി. മകളെ കൊലപ്പെടുത്താൻ പല രീതിയിൽ അഷ്കർ ശ്രമിച്ചുവെന്ന് ആമിനയുടെ മാതാവും പറയുന്നു. ഉപദ്രവിക്കുമായിരുന്നു. മൂന്ന് പേരും കൂടി തല പിടിച്ചിടിച്ചല്ലേ? എന്നെ അടിക്കും, വെള്ളത്തിൽ പിടിച്ച് മക്കി. അഷ്കർ എന്ന കൊടും ക്രിമിനലിന്റെ ക്രൂരതയാണ് ഈ കേട്ടത്. ഒരു ചിത്രം കൂടി കാണണം. 2022 പാലോട് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. ഒന്നോർക്കണം, വിവാഹം നടക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് 18, ഇപ്പോൾ 23. വിവാഹം കഴിഞ്ഞതിന് അടുത്ത ദിവസം മുതൽ ക്രൂരമായ ശാരീരിക ആക്രമണം തുടങ്ങി. ആദ്യമൊക്കെ മുഖത്തടിക്കൽ, പിന്നാലെ ഇരു ചെവിയും പൊത്തി അടിക്കൽ, മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കൽ, പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെട്ട് അഷ്കറും മാതാവും സഹോദരിയും ചേർന്ന് ക്രൂരമായി ഉപദ്രവിച്ചു. മർദ്ദിച്ചവശയാക്കി ഫാനിൽ കെട്ടിത്തൂക്കാനും ശ്രമിച്ചു. ഉപദ്രവിക്കുന്നത് വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. ഇതായിരുന്നു നിരന്തരം. 2024 ആമിന ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഇടയായ സംഭവം. അഷ്കർ ആമിനയെ തലയുടെ പിൻവശം ഭിത്തിയിൽ ചേർത്ത് ഇടിപ്പിച്ചു. ആ സംഭവം ആമിനയുടെ ജീവിതം തകർത്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആമിന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. 13 മാസം കോമ അവസ്ഥയിൽ കിടന്നു. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ക്രൂരത പലവിധമായിരുന്നു. ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വായിൽ ബലം പ്രയോഗിച്ച് വിഷമൊഴിച്ചു. കൊലപ്പെടുത്താൻ കിണറ്റിൽ തള്ളിയിട്ടു. ഇവർ 3 പേരും കൂടെ കൊച്ചിനെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിനാണ് കൊച്ചിനെ അടിച്ചത്. കൊച്ചിനെ അടിച്ച് കൊച്ച് ബോധം ഇല്ലാതെ ആയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ച് മരിച്ചെന്നും പറഞ്ഞ് ഇവർ 3 പേരും കൂടെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി കയറൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കൊച്ചിന് എന്തോ ഇല്ല, പെട്ടെന്നൊരു ഓർമ്മ വരും പോലെ വന്ന് കൊച്ചു നില വിളിച്ചപ്പോഴത്തേക്ക് കയറങ്ങ് മാറ്റി. ഇത്രയധികം ക്രൂരതയുള്ള അല്ലെങ്കിൽ ക്രൂരനായ ഒരാളാണ് അഷ്കർ എന്നുള്ളത് ഇതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറാമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കണ്ണൂർ ADM-ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട സംസ്ഥാന സർക്കാർ. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രി VD സതീശനെ കണ്ടിരുന്നു. CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ ADM നവീൻ ബാബുവിന്റെ മരണമാണ് UDF സർക്കാർ ആദ്യമായി CBIക്ക് വിടുന്ന കേസ്. പോലീസ് അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ച് വിജ്ഞാപനമിറക്കാനുള്ള സർക്കാർ നീക്കം. ഇനി CBI-യാണ് കേസിൽ തീരുമാനമെടുക്കേണ്ടത്. CBI അന്വേഷണം നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണം ശരിയായ രീതിയിൽ പോയെന്നും പിന്നീട് അതുണ്ടായില്ലെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കും അത് ആവശ്യമാണ്. എല്ലാ മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. 2024 ഒക്ടോബർ 15 നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ കളക്ടറേറ്റിലെ ADM-ആയിരുന്ന നവീൻ ബാബുവിന് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ CPM നേതാവായിരുന്ന PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത് നവീൻ ബാബുവിനെ മാനസികമായി തളർത്തിയിരുന്നു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടി തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചിരുന്നു. 13 സാക്ഷികളെ പുതുതായി ചേർത്ത കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ ടൗൺ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. 24 ബ്രേക്കിംഗ്. KSRTC-യിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ വരുമാന പരിധി ബാധകമാകില്ല എന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സ്ത്രീകൾ എല്ലായിടത്തും വരുമാന പരിധി കാണിക്കേണ്ടി വരുന്നതിനോട് യോജിപ്പില്ല. യാത്രാ സൗജന്യം ജൂൺ 15 മുതൽ തന്നെ നടപ്പിലാക്കുമെന്നും CP ജോൺ 24-നോട് പറഞ്ഞു. നമ്മൾ കരുതുന്നത് സ്ത്രീകളോട് വീണ്ടും അവരെ സെഗ്രിഗേറ്റ് ചെയ്ത് വരണമെന്ന് പറയുന്നതിനോട് പൊതുവിൽ യോജിപ്പില്ല. കാരണം ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവർ എല്ലായിടത്തും പോയിട്ട് അവർ ഇങ്ങനെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് പറയേണ്ട ഒരു ഇതുണ്ടല്ലോ. അത് ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുക. അവർ സ്ത്രീകൾ, ജെൻഡർ
സ്ത്രീകൾക്കുള്ള സൗജന്യം സ്ത്രീകൾക്ക്. KSRTC എന്ന സ്ഥാപനം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമല്ലല്ലോ ഇത്. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജൂൺ 15 മുതൽ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലായി തുടങ്ങും. ഷുവർ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം അതിൽ പിന്നെ ഒരു വരുമാന പരിധി, വൃദ്ധകൾ, യുവതികൾ, കുട്ടികൾ അങ്ങനെയുള്ളത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭാരവാഹി ടിനി ടോമിനെതിരെ തുറന്നടിച്ച നടി അൻസിബ ഹസൻ. ടിനി ടോം സാമൂഹിക വിപത്തെന്നും തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും അൻസിബ പറഞ്ഞു. പ്രസിഡന്റ് ശ്വേതാ മേനൻ അടക്കം ടിനി ടോമിനെ സംരക്ഷിക്കുന്നുവെന്നും അൻസിബ കുറ്റപ്പെടുത്തി. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഹിൽ പാലസ് SI രേഷ്മ എന്നിവർക്കെതിരെ അൻസിബ ഹസൻ പോലീസിന് മൊഴി നൽകി. ചലച്ചിത്ര സംഘടനയായ അമ്മയിലെ തർക്കം പോലീസ് സ്റ്റേഷൻ കയറുകയാണ്. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഹിൽ പാലസ് വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ തൃക്കാക്കര ACPക്ക് മൊഴി നൽകി. രണ്ടുപേരും ചേർന്ന് വ്യാജ പരാതിയുടെ മറവിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആക്ഷേപം. നടൻ ടിനി ടോമിനെതിരെയും അൻസിബ പോലീസിനെ സമീപിക്കും. തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ടിനി ടോമിനെതിരെ അൻസിബ അമ്മയിൽ നൽകിയ പരാതി ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ. 24 കൊച്ചി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ സൂപ്രണ്ടിനെതിരെ രോഗിയുടെ ബന്ധുക്കൾ. ആശുപത്രിയിൽ നിന്ന് മോശം അനുഭവമാണ് ഉണ്ടായതെന്നും രോഗിക്ക് വേദനയുള്ള കാര്യം പറഞ്ഞിട്ടും ഗൗനിച്ചില്ല എന്നും ബന്ധുക്കൾ 24നോട് പറഞ്ഞു. കാലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ നിലമ്പൂർ സ്വദേശി പത്മാവതി അമ്മയുടെ ഞരമ്പുകൾ മുറിച്ചു മാറ്റിയെന്നാണ് ബന്ധുക്കളുടെ പരാതി. നിലമ്പൂർ ചുങ്കത്ര സ്വദേശി പത്മാവതിയുടെ ചികിത്സയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് സൂപ്രണ്ട് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത്. സർജറി നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിനെതിരെയാണ് രോഗിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയത്. വലതുകാലിൻ്റെ നരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയണത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ? നടന്നു പോയതാണ് എൻ്റെ അമ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴാണ് ഈ നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയണത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമുക്ക് അറിയില്ലല്ലോ നരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയതെന്ന്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. മോശം അനുഭവമാണ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായതെന്നും രോഗിക്ക് വേദനയുള്ള കാര്യം പറഞ്ഞിട്ടും ഗൗനിച്ചില്ല. മണിക്കൂറോളം ശരീരം തണുത്ത് മരവിച്ച അവസ്ഥയിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരം മൊത്തം തണുപ്പാണ്. ഈ കാലിൻ്റെ മുട്ടിൻ്റെ താഴത്തേക്ക് തണുപ്പ്, വെറും തണുപ്പ്. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ചൂടാണ്. ഈ കാല് കംപ്ലീറ്റ് മരവിച്ച മാതിരി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അനസ്തേഷ്യേൻ്റെ ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 22 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചുങ്കത്ര സ്വദേശിയായ പത്മാവതി. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. 24 എക്സ്ക്ലൂസീവ്. നിയമവിരുദ്ധ വാടക ഗർഭധാരണത്തിന് സമാനമായി അണ്ടം വിൽപ്പന നടത്തുന്ന സംഘവും കേരളത്തിൽ സജീവം. അണ്ടം നൽകിയാൽ 40,000 രൂപ വാഗ്ദാനം ചെയ്തെന്ന് വാടക ഗർഭം ധരിച്ച യുവതിയുടെ സുഹൃത്ത് 24നോട് വെളിപ്പെടുത്തി. വിവാഹിതരും അവിവാഹിതരും അണ്ടദാതാക്കളാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിനും വിലയിടുകയാണ് കേരളത്തിൽ ഏജന്റുമാർ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, നിയമപരമായി പരിരക്ഷ ലഭിക്കും. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് നിർധനരായ സ്ത്രീകളെ ഇവർ സമീപിക്കുന്നത്. 24ന്റെ അന്വേഷണം തുടരുന്നു. ഗർഭപാത്രം വാടകയ്ക്ക് നൽകി പ്രസവിച്ചാൽ 6 ലക്ഷം രൂപ. ഇന്നലെ 24 പുറത്തുവിട്ടത് ഇരയായി എറണാകുളത്തെ രഹസ്യ കേന്ദ്രത്തിൽ താമസിക്കുന്ന യുവതിയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ഇതേ ഏജന്റുമാർ തന്നെ സ്ത്രീകളുടെ അണ്ടത്തിനും വിലയിടുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. പിന്നെ ഈ എഗ്ഗിന്റെ പ്രശ്നം ഇതുണ്ട്, അതിനായിട്ട് വന്ന് വരുന്നവരുണ്ട്. പക്ഷെ പെട്ടെന്ന് വന്ന് പോകുമല്ലോ. അവർക്ക് തന്നെ ഒരുപാട് ദിവസം വേണ്ട പോകണം. അവർക്ക് കൊടുക്കുന്നത് 40,000 രൂപയാണ് എഗ്ഗ് ഡോണർ. ഇതിപ്പോ ഓവറിൽ നല്ല എടുക്കുന്നുണ്ടാവുക.
ഓവറിയിലല്ലേ അണ്ടം ഉത്പാദിപ്പിക്കുന്നത്. ഓവറിൽ നിന്ന് എടുക്കുമ്പോ എന്തായാലും ഇന്റേണൽ ആയിട്ടല്ലേ. പക്ഷെ ഈ കുട്ടികളൊന്നും പറയാൻ തയ്യാറല്ല. അല്ലല്ല, എന്നോട് ചോദിച്ചു ചേച്ചിയുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് കേട്ടോ, ചേച്ചി വേണമെങ്കിൽ എഗ് ഡൊണേറ്റ് ചെയ്യാം. അണ്ടം നൽകിയാൽ 40,000 രൂപ വരെ ലഭിക്കും. 2-3 ദിവസം മാത്രം മാറ്റിവെച്ചാൽ മതി. മറ്റ് റിസ്കുകൾ ഒന്നുമില്ല. ഇങ്ങനെ അണ്ടം ദാനം ചെയ്യാൻ വരുന്ന യുവതികളും എറണാകുളത്തെ ഹോസ്റ്റൽ എന്ന ഏജന്റുമാർ പേരിട്ടിരിക്കുന്ന രഹസ്യ കേന്ദ്രത്തിൽ വന്ന് തങ്ങാറുണ്ടെന്നാണ് യുവതിയുടെ സുഹൃത്ത് പറയുന്നത്. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും മുന്നിലേക്ക് ഈ വാർത്ത ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നടപടി വേണം. മനുഷ്യ ശരീരത്തിനാണ് ഇങ്ങനെ വിലയിടുന്നത്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ആലപ്പുഴ കായംകുളത്ത് പ്രസവശേഷം അമ്മ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ CWC ഏറ്റെടുക്കും. കുട്ടിയെ വേണ്ടെന്ന് 19-കാരിയായ അമ്മ അറിയിച്ചതോടെയാണ് തീരുമാനം. ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് പെൺകുട്ടി CWCക്ക് നൽകിയ മൊഴി. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 19 വയസ്സുകാരി കഴിഞ്ഞ ആഴ്ചയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ചത്. തുടർന്ന് കുഞ്ഞിനെ ജനാല വഴി പുറത്തേക്കെറിയുകയായിരുന്നു. സംഭവത്തിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന അമ്മയെയും കുഞ്ഞിനെയും ഇന്നലെ CWC അധികൃതർ സന്ദർശിച്ചു. ഇതിനിടെയാണ് കുട്ടിയെ വേണ്ടെന്ന് യുവതി വ്യക്തമാക്കിയത്. CWC ഏറ്റെടുക്കുന്ന കുട്ടിയെ 2 മാസത്തെ പരിപാലനത്തിനായി ആലപ്പുഴയിലെ ശിശുവിഹാറിലേക്ക് മാറ്റും. ഇതിനുള്ളിൽ അമ്മയ്ക്ക് മനംമാറ്റമുണ്ടായാൽ പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കുട്ടിയെ വിട്ടു നൽകും. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതിൽ യുവതിക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. എറണാകുളത്ത് പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന യുവതി ജോലിസ്ഥലത്തെ ഒരു യുവാവുമായി അടുപ്പത്തിലായിരുന്നു. പിന്നീട് ഇയാളുമായി പിരിയുകയും ചെയ്തു. യുവാവിനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം. 24 ആലപ്പുഴ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഇഡിയുടെ വിശദമായ പരിശോധന തുടരുന്നു. മരവിപ്പിച്ച അക്കൌണ്ടുകളിലെ പണത്തിന്റെ സ്രോതസ്സുകളാണ് അന്വേഷിക്കുന്നത്. ഇഡി റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. നീതി നിഷേധമുണ്ടായെന്നാണ് CMRLന്റെ വാദം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് പുതിയ അപ്പീലിൽ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. നാളെ രാവിലെ 10:30 ഹൈക്കോടതി ഡിവിഷൻ CMRL ഹർജി പരിഗണിക്കും. സുപ്രീംകോടതി അഭിഭാഷകൻ ഹാജരാകുമെന്നാണ് വിവരം. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. റെയ്ഡിൽ ലഭിച്ച തെളിവുകളും ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണങ്ങളും ഹൈക്കോടതിയിൽ അറിയിക്കും. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ജാമ്യം തടയാനുള്ള നീക്കത്തിലാണ് പോലീസ്. ആദ്യ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഗുരുതര നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു കോടതി നിരീക്ഷണം. 24 കൊച്ചി. ഇന്ന് IPL ഫൈനൽ. IPL പുതിയ ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനൽ പോരിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കിങ് കോഹ്ലി കിരീടം നിലനിർത്തുമോ, അതോ പ്രിൻസ് ശുഭ്മാൻ ഗില്ലിന്റെ പട്ടാഭിഷേകമോ? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ രാജാക്കന്മാരെ നിർണ്ണയിക്കാൻ അഹമ്മദാബാദിൽ ആവേശ പോരാട്ടം. കാവ്യനീതി എന്നോണം കലാശപ്പോരിൽ ഏറ്റുമുട്ടുന്നത് ലീഗ് റൗണ്ടിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തിയ ടീമുകൾ. ക്വാളിഫയർ 1-ൽ ജയിച്ച RCB നേരിട്ട് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചപ്പോൾ ഗുജറാത്തിന് രാജസ്ഥാൻ കടമ്പ കൂടി മറികടക്കേണ്ടി വന്നു കലാശക്കളിക്ക് ടിക്കറ്റ് എടുക്കാൻ. കപ്പില്ലാത്തവരെന്ന ചീത്തപ്പേരിൽ നിന്ന് തുടർച്ചയായ 2 സീസണുകളിൽ കിരീടം നേടിയ 3ാമത്തെ ടീമെന്ന നേട്ടത്തിനരികെയാണ് രജത് പാട്ടീദാറും സംഘവും. പതിവ് പോലെ RCB ബാറ്റിംഗ് നിരയുടെ കരുത്തും പ്രതീക്ഷയുമെല്ലാം അയാളിലാണ്. ഇത്തവണയും 600 റൺസിലേറെ നേടിയ കിങ് വിരാട് കോഹ്ലി. കൂട്ടിന് ക്യാപ്റ്റൻ രജത് പാട്ടീദാറും ദേവദത്ത് പടിക്കലും ടിം ഡേവിഡും കൃണാൽ പണ്ഡ്യയുമെല്ലാമുണ്ട്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, ജേക്കബ് ഡഫി പേസ്ത്രയും ഒരിക്കൽ കൂടി മിന്നിച്ചാൽ ക്വാളിഫയറിലെ പോലെ ഗുജറാത്ത് തകർന്നടിയും. ടീം അരങ്ങേറ്റം കുറിച്ച 2022 സീസണിൽ തന്നെ കപ്പടിച്ച് ഞെട്ടിച്ചവരാണ് ഗുജറാത്ത് ടൈറ്റൻസ്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ യുഗത്തിന് ശേഷം ടീം പോരെന്ന ചീത്തപ്പേര് മാറ്റണം ശുഭ്മാൻ ഗില്ലിനും ഗ്യാങ്ങിനും. 700 റൺസിലേറെ അടിച്ച ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ ഓപ്പണിംഗ് ജോഡി കസറിയാൽ ഗുജറാത്തിന് പേടിക്കേണ്ട. ജോസ് ബട്ട്ലറുടെ പ്രകടനവും നിർണായകം. ടൂർണമെന്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ കാഗിസോ റബാഡ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ജെയ്സൺ ഹോൾഡർ, റാഷിദ് ഖാൻ എന്നിവരടങ്ങിയ
ബൗളിംഗ് യൂണിറ്റ് പതിവ് മികവ് തുടർന്നാൽ ഗുജറാത്തിന് ഗർജിക്കാം. മത്സരം ഹോം ഗ്രൗണ്ടിൽ എന്നത് ഗുജറാത്തിന് മാനസിക മുൻതൂക്കം നൽകുമ്പോൾ 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച കഴിഞ്ഞ തവണ കിരീടം ചൂടിയത് ഈ മൈതാനത്തെന്നത് RCBക്കും ആത്മവിശ്വാസമേകും. സ്പോർട്സ് ഡെസ്ക് 24. 1 PM ന്യൂസ് പൂർണ്ണമാകുന്നു.